ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഒരു മെഡിക്കൽ ബില്ലിനെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് എങ്ങനെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും നല്ല ഒരു ഹോസ്പിറ്റലൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് പോവുക, അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ നോക്കി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളുടെ മെഡിക്കൽ ബില്ല് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, അതായത് അധികം ബില്ലൊന്നും വരാതെ കൃത്യമായ ഒരു ലിമിറ്റിലൊക്കെ നിർത്താനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ആ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ല, അത് നമ്മൾ ഫലപ്രദമായിട്ട് അതിന്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ബില്ലുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് ഇരിക്കട്ടെ, നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഇൽനസ്സോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലും മികച്ച ഹോസ്പിറ്റലും നോക്കുന്ന ടൈമിൽ അത് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസുമായി ടൈപ്പുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇതിനെ ഏറ്റവും ഫലപ്രദമായ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത്തരം ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പോകുന്നതെങ്കിൽ അവര് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും ഈ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അവര് കൊടുക്കുന്ന ഒരു പാക്കേജിനുള്ളിലായിരിക്കും ഈ ഏത് അസുഖങ്ങളായാലും അതിന്റെ എക്സ്പെൻസുകളൊക്കെ വരുന്നത്. അങ്ങനെയാണ് അത് കൂടുതൽ ഫലപ്രദമായിട്ട് കസ്റ്റമേഴ്സിന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഉതകുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട ഒരു ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ബില്ല് എമൗണ്ടുകളിൽ കൃത്യമായ ഒരു ലിമിറ്റേഷനും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ എമൗണ്ട് അതിലേക്ക് പോകാനായിട്ട് ചാൻസ് കുറവായിരിക്കും. അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു മെഡിക്കൽ ബില്ലിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ക്യാഷ് ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത്തരം ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോവുകയായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഫലപ്രദമായ ഒരുപാട് വിവരങ്ങൾ ഇത്തരം എപ്പിസോഡുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസോ പെൻഷൻ സ്കീമോ എന്തുമാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതം ഭദ്രമാക്കാൻ വേണ്ട ഏത് ഒരു സ്കീമിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു. ബൈ ബൈ.